പോസിറ്റീവാ ആ സ്ത്രീ. ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന ഒരു പെണ്ണ്. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നെങ്കിലും എന്തോ വല്ലാത്തൊരു ബന്ധം തോന്നുന്നു അവരോട്. സത്യത്തിൽ അവരുടെ മനക്കരുത്ത് വല്ലാത്ത ആശ്വാസം എനിക്ക് പകർന്നത്. ബാലു എന്തിനാ മേരി തോമസിനെ കൈവിട്ട് കളഞ്ഞത്? എന്താ? ഒരു പാവല്ലേ അവര്? എന്താ ആ സ്ത്രീയെ രക്ഷിക്കാഞ്ഞ്? അല്ല, മേരി തോമസിനൊപ്പം പ്രവർത്തിച്ചവരല്ലേ സിദ്ധുവും ബാലുവും ഒക്കെ. ആ സ്ത്രീക്ക് എന്തോ ഒരു കുടുംബം ഉണ്ടാക്കി കൊടുക്കാത്തെ? ഒറ്റത്തടിയായി നിൽക്കാൻ വിട്ടുകളഞ്ഞത് എന്തിന്? സിദ്ധുവിനെയും ബാലുവിനെ പോലെ തന്നെ മേരി തോമസിനും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ചന്ദ്ര. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണോ? ഞാനും അന്വേഷിക്കാനൊന്നും പോയില്ല. പക്ഷേ ചോദിക്കാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? അതിന് ബാലു എന്തിനാ ടെൻഷൻ ആവുന്നേ? അല്ല, ഞാൻ ടെൻഷനൊന്നുമില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അവരെ ആരോ ചതിച്ചു. അവരങ്ങനെ പറഞ്ഞോ? ഇല്ല, അവര് പറഞ്ഞില്ല. അവര് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു ഊഹം പറഞ്ഞേ ഉള്ളൂ. അവരുടെ 27-ാം വയസ്സില് എന്തോ ഒരു തകർച്ച സംഭവിച്ചു എന്ന് പറഞ്ഞു. ഒരു സ്ത്രീക്ക് മറ്റെന്ത് തകർച്ച വരാനാ ബാലു? സ്വപ്നം കണ്ട ജീവിതം കിട്ടാതെ ഒരു പെണ്ണ് പകച്ചു പോണമെങ്കിൽ ഏതോ ചതി പറ്റിയിട്ടുണ്ടാവണം. പറഞ്ഞു പറ്റിച്ച് ഒടുവിൽ ചതിച്ച ഒരാളാവാം അവരെ മേരി തോമസിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രേമിച്ച ആള് കഴിവില്ലാത്ത ആളാവാം, അല്ലെങ്കിൽ അയാളുടെ അത്യാഗ്രഹം കൊണ്ടാവാം. കൂടുതൽ മെച്ചപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടിയപ്പോ മേരി തോമസിനെ കൈവിട്ടു. അതങ്ങനെയൊന്നും ആയിരിക്കില്ല ചന്ദ്രേ. വെറുതെ എന്തിനാ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഊഹിച്ചുണ്ടാക്കുന്നേ? ഇതാർക്കും ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ബാലു. മേരി തോമസിനോട് സംസാരിക്കുമ്പോ അറിയാം, ഒരുപാട് അനുഭവിച്ച സ്ത്രീയാ അവര്. എനിക്കവരോട് ബഹുമാനവും ആരാധനയും ഒക്കെ തോന്നുന്നു. ബാലു എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ബാലു കേൾക്കുന്നുണ്ട്. അതോ മനസ്സ് മുഴുവൻ സിദ്ധു ആണോ? സിദ്ധുവിനെ കുറിച്ച് ചിന്തിക്കുവാണോ? സിദ്ധു വന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മേരി തോമസിന്റെ കാര്യം കേട്ടപ്പോ മനസ്സ് അവരോടൊപ്പം പോയി. അല്ല, ഈ മേരി തോമസിനെ നിർത്ത് ചന്ദ്രേ. എന്താ ബാലു? നമ്മളെന്തിനാ ഓരോരുത്തരുടെ വിഷമങ്ങൾ ആലോചിക്കുന്നേ? എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളില്ലേ? നമുക്ക് നമ്മുടെ മീരമോള് കൈവിട്ടു പോയില്ലേ? ബാലു, മീരമോളെ നമുക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാ? അവളെയും പ്രേമിച്ചവൻ ചതിച്ചു, അങ്ങനെയല്ലേ? പക്ഷെ മേരി തോമസ് മരിച്ചില്ല. എന്നാലും അവര് ദുഃഖിക്കുക. ആ ദുഃഖം ഒരു പ്രണയത്തിന്റെ ബാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ബാലുവിനോടൊന്ന് പറഞ്ഞേ ഉള്ളൂ. ബാലു പറഞ്ഞത് നേരാ. നമ്മൾ മാത്രമല്ല, മേരി തോമസും പ്രഭയും ഒക്കെ ഒരേ അവസ്ഥയിൽ കൂടിയാ പോകുന്നേ. ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങള്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.